ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കടയുടെ അപ്പുറത്തെ സൈഡിലായിട്ട് അവിടെ കുറച്ച് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ആ ഗ്രൗണ്ടിൽ ഇന്ന് ആഴി പൂജ എന്ന് പറയുന്ന ഒരു നടക്കുകയാണ്. അവിടെ അന്നദാനമുണ്ട്. ഉച്ചയ്ക്ക് അയ്യപ്പന്മാർക്കും ഈ നാട്ടിലുള്ള ആൾക്കാർക്കും എല്ലാവർക്കും അന്നദാനം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ അന്നദാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കാഴ്ചകളും ഒക്കെയായി നിങ്ങളെ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ബായോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആ ഗ്രൗണ്ട്. നമ്മളിങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ ഒരു അടുത്തൊരു കൂട്ടുകാരിയാണ്. കൊച്ചൊരു മോളാട്ടോ. അവളുടെ ചേച്ചിയുണ്ട്, അവളുമുണ്ട്. ഒരാൾ 8ലും ഒരാൾ 10ലുമാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്നദാനത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അന്നദാനമൊക്കെ കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സപ്താഹം അങ്ങനെയൊക്കെയുള്ള സംഭവത്തിന് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു ഇതിന് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. കാരണം നമ്മൾ ഈ സദ്യ എന്നൊക്കെ പറയുമ്പോൾ എനിക്കാണെങ്കിൽ കൂടുതലും സദ്യയോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പം സദ്യ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക നമുക്കൊരു അനുഭൂതിയാണ്. നല്ല ടേസ്റ്റ്. അവിടുത്തെ കറികൾക്കും കൂട്ടാനും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ചോറൊക്കെ വാങ്ങിച്ചു. നമ്മുടെ കൂട്ടാൻ അവിയലുണ്ട്, മോരുകറിയുണ്ട്, പച്ചടിയുണ്ട്, കിച്ചടിയുണ്ട്, അച്ചാറുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇത് കഴിക്കുകയാണ്. ഇത് നമ്മുടെ കട നിൽക്കുന്ന ചേച്ചിയുടെ അനിയത്തിയാണ് കേട്ടോ. ഞാനും ഇരുന്ന് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ഫുഡാട്ടോ. പക്ഷെ നമ്മൾ ഈ അന്നദാനങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വയറ് നിറയും. ഒരു 2 രൂപ കഴിച്ചപ്പോഴത്തേന് നമുക്ക് നിറഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു. നമ്മളിതാ കൈയൊക്കെ കഴുകി നമ്മൾ കടയിലോട്ട് പോവുകയാണ്. ഈ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ആഴിപൂജ നടക്കുന്നത്. ഇത് അവിടുത്തെ സ്റ്റേജാണ്. ഈ സ്ഥലത്താണ് ആഴിപൂജ നടക്കുന്നത്. ആഴി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, കനൽ കത്തിച്ച് നല്ല ഇതായിട്ട് നിൽക്കുമ്പം കുറേ ആൾക്കാർ വന്ന് തീക്കനൽ വാരി ഇങ്ങനെ എറിയുന്നതാണ് ആഴി പൂജ എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്. എനിക്ക് കടയിൽ തിരക്കായത് കാരണത്താൽ വൈകിട്ട് പോയി ആഴി പൂജയുടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്ന് രാത്രി ഞാനൊരു 1 മണിയായപ്പോഴാണ് വീട്ടിൽ പോയത്. നമ്മുടെ ചങ്ക് കൂട്ടുകാരാണ് കേട്ടോ. കുറേ കൊച്ചു കൂട്ടുകാരുണ്ട്. അവർ നമ്മുടെ കടയിൽ നിന്നാണ് ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മൾ ഫെസ്റ്റിവലിന് വന്നതാണ് കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കുകയാണ്. പിറ്റേ ദിവസം ദേവസ് ഭയങ്കര വഴക്കായിരുന്നു. നമുക്ക് ഫെസ്റ്റിവലിന് പോകാം, കോന്നി ഫെസ്റ്റിന് പോകാമെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് അങ്ങോട്ട് ഒരു കൂപ്പൺ അവൾക്ക് കിട്ടിയായിരുന്നു. അതും എടുത്ത് വെച്ച് ഭയങ്കര വഴക്കായിരുന്നു പോകണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളവിടെ പോയതാണ്. അവിടുത്തെ ഗാർഡനാണ്, ഫ്രണ്ടിലത്തെ അവർ വെച്ചിരിക്കുന്ന ഗാർഡനാണ്. ഒത്തിരി നല്ല ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മനോഹരമായ പൂക്കളാണ് അത് നിറച്ച്. ദേവസപ്പം അവിടുത്തെ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുവാണ്. അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. ഭയങ്കര കുസൃതി അവൾക്ക്. നല്ല കുഞ്ഞു പൂക്കളാണ് കേട്ടോ. ഇത് നിത്യം ഉണ്ടാകുന്ന പൂക്കളാണ്. പെട്ടെന്ന് അങ്ങനെ വാടി കരിഞ്ഞൊന്നും പോകത്തില്ല, പെട്ടെന്ന് പൊഴിഞ്ഞൊന്നും പോകത്തില്ല. ഇത് ജമന്തിയാണ് കേട്ടോ. ദേവസ് എന്നോട് പറയാം, അമ്മ എൻ്റെ ഫോട്ടോ എടുക്കമ്മ എന്ന് പറയുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുവാണേ. ദിവസം വിചാരിച്ച് ഫോട്ടോ എടുക്കുമായിരിക്കുമെന്ന്.
ദിവസം ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുക. ഇത് കണ്ടോ, എന്ത് നല്ല മനോഹരമായിട്ടാണ് ഓരോ വർക്കുകൾ അവർ ചെയ്ത് വെച്ചേക്കുന്നത് നോക്കിക്കേ. ഒരു പാർക്കിൽ പോയ ഒരു അനുഭൂതി ഉണ്ടല്ലേ. നല്ല രസമാണ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. ഇതാ ഇവിടെയും കുറച്ച് റോസാ ചെടികളൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇതേ ദൂരം ചെടികളാ. ഇത് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയതാണ്. അപ്പോൾ അവിടെ സ്റ്റാളുകളും ഉണ്ടായിരുന്നു. ബെഡ്, അലമാരി, മെത്ത അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു പരസ്യവും കൂടെയാണത്. ദൈവം ഓടിച്ചാടി അങ്ങ് നടക്കുക. അമ്മ അത് കണ്ടോ അമ്മ, ഇത് കണ്ടോ അമ്മ, അത് വാങ്ങിച്ചോ അമ്മ, ഇത് വാങ്ങിച്ചോ അമ്മ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കുസൃതിയുണ്ട്. കണ്ടോ. ഇഷ്ടം പോലെ പയറരി, ചെടിയുടെയൊക്കെ അരികൾ, അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചില്ല. ഇത് പലതരം ചിപ്സുകളാണ് കേട്ടോ. എന്ത് തിരക്കാണ്, നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. ദേവൂസിന് വാച്ച് കണ്ടപ്പോൾ വാച്ച് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്ക് തുടങ്ങി. പക്ഷെ ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. കാരണം ദേവൂസ് സൂക്ഷിക്കത്തില്ല. കഴിഞ്ഞിടയ്ക്ക് ഒരു വാച്ച് വാങ്ങിച്ചു, 2 ആഴ്ച ആയതേ ഉള്ളൂ വാങ്ങിച്ച്, അത് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. ഇത് നല്ല അച്ചാറുകളാണ്, വെറൈറ്റി അച്ചാറുകളാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അവർ തരും. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് വാങ്ങിക്കാം. 100 ഗ്രാമിന് ഇത്ര രൂപ എന്നാണ്, 150 രൂപയോ അങ്ങനെ എന്തോ ആണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. റിമോട്ടിലാണിത് പ്രവർത്തിക്കുന്നത്. ദേവൂസിനപ്പോൾ തൊടണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ദേവൂസ് ഇങ്ങനെ അടുത്തടുത്ത് പോയി നിൽക്കുകയാണ്. ഞാൻ ദേവൂസിനെ വഴക്ക് പറഞ്ഞു. എനിക്ക് പേടിയാണ്, ദേവൂസിന് പക്ഷേ പേടിയൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ പല തരത്തിലുള്ള മിഠായിസാണ്. ഈ മിഠായിയൊക്കെ എൻ്റെ കൊച്ചിലെ ആണെങ്കിൽ ശർക്കര മുട്ടായി, ജീരക മുട്ടായി, ഗ്യാസ് മുട്ടായി, തേൻ മുട്ടായി, അരിയുണ്ട, അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് മുട്ടായികളുണ്ടായിരുന്നു. ആ മിഠായികളിൽ കുറേ ഐറ്റംസ് ഞാൻ അവിടെ കണ്ടു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, ഞാനത് വാങ്ങിച്ചു. പോപ്കോൺ കണ്ടോ ഗൈസ്, നല്ല ചൂടുള്ള പോപ്കോണാണ്. അതിലൊരെണ്ണം ഞാൻ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം ബജ്ജി, നല്ല ചൂട് ബജ്ജി കണ്ടു. അപ്പോൾ അമ്മയ്ക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചൂട് ബജ്ജി വാങ്ങിച്ചു. പിന്നെ പൊട്ടറ്റോ എന്തോ ചിപ്സ് ഉണ്ട്, പക്ഷെ അത് ദിവസം വഴക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ അതിലേ കയറി ഇറങ്ങുന്ന അടുത്തൊരു പോർഷനിലോട്ടാണ്. അവിടെ നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ പേടി വരും. ദേവൂസിന് പക്ഷെ ഒട്ടും പേടിയില്ലായിരുന്നു കേട്ടോ. അതിൽ നോക്കി ഇഷ്ടം പോലെ കിളികളുണ്ടായിരുന്നു. ദേവൂസ എന്നോട് ഒരു അമ്മ എനിക്ക് ഒരെണ്ണം പിടിച്ചു തരാമോ, എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞു, ദേവൂസേ ഇത് നമ്മളുടേതല്ല, നമുക്ക് കിട്ടത്തില്ല, അവർ വന്ന് വഴക്ക് പറയും എന്നൊക്കെ ഞാൻ ദേവൂസിനടുത്ത് ഇങ്ങനെ പറഞ്ഞു.
ദേവസ് തുള്ളിച്ചാടി അങ്ങ് നടക്കുക. കുറേ അധികം ഫുഡ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാനൊക്കെ കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല കുലുക്കി സർബത്ത്, പായസം, ചൂട് പായസം, അങ്ങനെയൊക്കെയുള്ള കുറേ വെറൈറ്റി ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വാങ്ങിച്ച് കഴിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് ഗ്രൗണ്ട് ഒക്കെ. ഞങ്ങൾ ബജ്ജി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ചായയാണ്. ഞാൻ പക്ഷെ ചായയൊന്നും വാങ്ങിച്ചില്ല. പക്ഷേ ഈ ഒരു കോണ് ഞാൻ വാങ്ങിച്ചായിരുന്നു. കോണ് നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിക്കാമെന്ന് വിചാരിച്ച് അത് വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.